ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരുന്ന റെസിപ്പിൻ്റെ ഞണ്ട് ഫ്രൈ ആണ്. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഞണ്ട് ഫ്രൈ. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഞണ്ട് ഫ്രൈ. എളുപ്പമാണ്, നമുക്ക് വേഗത്തിൽ കഴിക്കാനും ടേസ്റ്റാണ്. നല്ല രസമുള്ള ഞണ്ട് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുക? ആദ്യം നമുക്ക് ഇത്തിരി വെള്ളം വെച്ച് തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഞണ്ടാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് മുറിക്കൊന്നും വേണ്ട, ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നന്നായിട്ട് കഴുകണം കേട്ടോ. ഞണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം. നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണോ അപ്പം മറക്കരുത്. എന്നേരം എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് തിരിച്ച് മറിച്ചൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് മറിച്ചിടുക. എന്നേരം നല്ല മൺചട്ടി വെക്കുക. എന്നേരം ആ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഞണ്ട് വേവിച്ച വെള്ളമല്ല, വെള്ളം കളയരുത്. ആ വെള്ളത്തിൽ കാണിപ്പിക്കും മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ പിന്നെ 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണോളം നമ്മൾ നല്ല മുളകും പൊടി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് അതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് അത് നിറച്ച് അതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഞണ്ടാണ് ഇട്ട് കൊടുക്കുക. ഞണ്ടെടുത്ത് അതിൽ കിടന്ന് നന്നായിട്ട് വേവിക്കുക. ഒന്ന് നന്നായി തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വേവിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, മൂടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇതിനേക്കാൾ ഇത്തിരി വെള്ളം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വറ്റിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തുണി കൂട്ടി പിടിച്ചിട്ട് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുമ്പോൾ എന്താണ്ടാവുക, നല്ല മസാലയൊക്കെ ഉള്ളിൽ കംപ്ലീറ്റ് പിടിക്കുകയും ചെയ്യും, വറ്റും ചെയ്യും. എന്നതിന് ശേഷം കരിവേപ്പില ഇട്ട് കൊടുക്കുക. എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ. ഒരു ഉള്ളി വെട്ടാനോ തക്കാളി വെട്ടാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ റോസ്റ്റ് മതി നമുക്ക്. നല്ല രസമാണ് ഈ വറുത്ത് കോരിയ ഞണ്ടിൻ്റെ. അതിന് ചെറുനാരങ്ങ എടുത്ത് ഒഴിച്ചെടുക്കുക. പിന്നെ അപ്പോൾ പുളിയൊക്കെ ആയി ചെയ്ത് ആവശ്യത്തിന്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ്, ഫേസ്ബുക്കിൽ